ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനു മൂവീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ടൊവിനോയുടെ ഏറ്റവും പുതിയ സിനിമയായ അജയന്റെ രണ്ടാം മോഷണം, അതായത് ARM എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഒരു മുത്തശ്ശി തന്റെ കൊച്ചുമകൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ആ കഥ എന്തെന്നാൽ, ഒരു ദിവസം രാത്രിയിൽ ഹരിപുരം എന്നൊരു ഗ്രാമത്തിൽ ഒരു നക്ഷത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം വന്ന് പതിക്കുന്നു. നക്ഷത്രത്തിന്റെ ആ ഭാഗം വീണ സ്ഥലം വലിയൊരു കുഴിയുമായി. ഇതിനെക്കുറിച്ചറിഞ്ഞ എടക്കൽ രാജാവ് തന്റെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ടുവന്ന് നക്ഷത്രത്തിന്റെ ആ ഭാഗം അവിടെ നിന്നും എടുത്തുകൊണ്ടുപോകുന്നു. അങ്ങനെ എടക്കൽ രാജാവ് ആ നക്ഷത്രത്തിന്റെ ഭാഗം വെച്ച് ഒരു കൊല്ലനെ കൊണ്ട് ഒരു വിളക്ക് പണിയിക്കുന്നു. അത് വെറും ഒരു വിളക്കായിരുന്നില്ല. ആ വിളക്ക് വെച്ച് പഞ്ചഭൂതങ്ങളെ വരെ നിയന്ത്രിക്കുവാൻ കഴിയുമായിരുന്നു. ആ വിളക്ക് കയ്യിലുണ്ടായിരുന്ന എടക്കൽ രാജാവിന് പേരും പ്രശസ്തിയും പുകഴുമെല്ലാം കുമിഞ്ഞുകൂടാൻ തുടങ്ങി. അങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന എടക്കൽ രാജാവിന് ഒരു പുതിയ പ്രശ്നം ഉടലെടുത്തു. പ്രശ്നം എന്തെന്നാൽ, ഒരു കടൽ വ്യാപാരി എടക്കൽ ദേശത്ത് വന്ന് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതറിഞ്ഞ എടക്കൽ രാജാവിന്റെ മരുമകൻ മനവർമ്മ ആ കടൽ വ്യാപാരിയുടെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിക്കാൻ പോകുമ്പോൾ, ആ കടൽ വ്യാപാരി മനവർമ്മയെ പിടിച്ച് കെട്ടിയിട്ട് എടക്കൽ രാജാവിനെ വെല്ലുവിളിക്കാൻ തുടങ്ങി. അതറിഞ്ഞ എടക്കൽ രാജാവ് ഹരിപുരം ഗ്രാമത്തിലെ കരാട്ടെ, കളരി, ഉംഫു, ജൂഡോ എന്നിവയിലെല്ലാം പ്രഗത്ഭനായ കുഞ്ഞിക്കേളു എന്നയാളെ ആ കടൽ വ്യാപാരിയുടെ അടുത്തേക്ക് അയക്കുന്നു. പേര് കുഞ്ഞിക്കേളു എന്നായിരുന്നെങ്കിലും ആളുടെ ഇടി അത്ര ചെറുതൊന്നുമായിരുന്നില്ല. കുഞ്ഞിക്കേളു ഒറ്റയ്ക്ക് നിന്ന് ആ കടൽ വ്യാപാരിയെയും അയാളുടെ സംഘത്തെയുമെല്ലാം അവിടെ നിന്നും അടിച്ചോടിച്ച് എടക്കൽ രാജാവിന്റെ മരുമകൻ മനവർമ്മയെയും രക്ഷിച്ച് കൊട്ടാരത്തിലെത്തിച്ചു. നമ്മുടെ ഈ സിനിമയിൽ ടൊവിനോ 3 വേഷത്തിലാണുള്ളത്. അതിൽ ഒരു ടൊവിയാണ് ഈ കുഞ്ഞിക്കേളു. അങ്ങനെ തന്റെ മരുമകനെ രക്ഷിച്ചു കൊണ്ടുവന്ന കുഞ്ഞിക്കേളുവിനോട് എടക്കൽ രാജാവ്, എന്റെ മരുമകനെ രക്ഷിച്ചു കൊണ്ടുവന്ന നിനക്ക് എന്ത് സമ്മാനമാണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. അത് കേട്ട കുഞ്ഞിക്കേളു, ചെറുപ്പം മുതൽ ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒന്നുണ്ട്. ഞങ്ങളുടെ ഹരിപുരം ഗ്രാമത്തിൽ നിന്നും കൊണ്ടുവന്ന നക്ഷത്രക്കല്ലുകൊണ്ടുണ്ടാക്കിയ ആ ചോതി വിളക്ക്. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും കിട്ടിയ ആ വിളക്ക് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനാൽ ആ വിളക്കാണ് എനിക്ക് വേണ്ടതെന്ന് കുഞ്ഞിക്കേളു പറയുന്നു. അത് കേട്ട് എടക്കൽ രാജാവിന് ആദ്യം അമർഷം തോന്നിയെങ്കിലും തന്റെ മരുമകന്റെ ജീവൻ രക്ഷിച്ച കുഞ്ഞിക്കേളുവിന് ആ ചോതിവിളക്ക് രാജാവ് സമ്മാനമായി നൽകുന്നു. അങ്ങനെ കുഞ്ഞിക്കേളു ആ ചോതിവിളക്ക് തന്റെ ഗ്രാമമായ ഹരിപുരം ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ വിളക്ക് കണ്ട് ഹരിപുരം ഗ്രാമത്തിലുള്ള എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. കുഞ്ഞിക്കേളു ആണെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ള ചോതി എന്നൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു. അതിനാൽ എല്ലാ ജാതിയിലുള്ളവർക്കും ആ വിളക്ക് കാണുന്നതിനായി കുഞ്ഞിക്കേളു ആ നക്ഷത്രത്തിന്റെ ഭാഗം വന്നു വീണ സ്ഥലത്ത് ഒരു അമ്പലമുണ്ടാക്കി ആ അമ്പലത്തിനുള്ളിൽ ആ വിളക്ക് വെക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. എന്തെന്നാൽ വസൂരി പിടിച്ച് ഹരിപുരം ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം മരിക്കാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞിക്കേളുവിന്റെ കാമുകി ചോദിക്കും വസൂരി പിടിച്ചു. അതറിഞ്ഞ കുഞ്ഞിക്കേളു ചോദിയുടെ വീട്ടിൽ വന്ന് ചോദിയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദമാക്കുന്നു. എന്നാൽ ചോദിയുടെ വസൂരി മാറി കുഞ്ഞിക്കേളുവിന് വസൂരി പിടിച്ച് കേളു കിടപ്പിലായി. ആ സമയം എടക്കൽ രാജാവിന്റെ മരുമകൻ മനവർമ്മയിൽ നിന്നും ഒരു രഹസ്യ കത്ത് കുഞ്ഞിക്കേളുവിന് ലഭിക്കുന്നു. ആ കത്തിലുണ്ടായിരുന്ന കാര്യം വായിച്ച് കുഞ്ഞിക്കേളു ഷോക്കാകുന്നു. ആ രഹസ്യക്കത്തിലുണ്ടായിരുന്ന കാര്യം മറ്റാരും അറിയാതിരിക്കുന്നതിനായി കുഞ്ഞിക്കേളു വായിച്ച ഉടൻ തന്നെ ആ രഹസ്യക്കത്ത് കത്തിച്ചു കളയുന്നു. ആ രഹസ്യക്കത്ത് വായിച്ച് സങ്കടത്തിലിരുന്ന കുഞ്ഞിക്കേളുവിനെ തേടി മറ്റൊരു ദുഃഖവാർത്തയും കൂടി എത്തി. അതായത് എല്ലാ ജാതിയിലുള്ളവർക്കും ചോതിവിളക്ക് കാണുന്നതിനായി അമ്പലം നിർമ്മിച്ച് ചോതിവിളക്ക് പ്രതിഷ്ഠിച്ചെങ്കിലും താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ആ അമ്പലത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരുന്നു. അങ്ങനെ ആ സങ്കടങ്ങളൊന്നും സഹിക്കാൻ കഴിയാതെ കുഞ്ഞിക്കേളു മരിക്കുന്നു. അപ്പോൾ സീൻ കട്ടായി ആ മുത്തശ്ശിയെയും കൊച്ചുമകളെയും കാണിക്കുന്നു. ആ മുത്തശ്ശി കൊച്ചുമകളോട് പറഞ്ഞു, കുഞ്ഞിക്കേൾ കൊണ്ടുവന്ന ആ വിളക്കാണ് നമ്മുടെ ഈ നാടിന്റെ ഐശ്വര്യം. ആ ചോതിവിളക്ക് നമ്മുടെ ഈ ഗ്രാമത്തിൽ സ്ഥാപിച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ ഗ്രാമത്തിന് ഹരിപുരം എന്ന പേര് മാറി ചോതിക്കാവ് എന്ന പേര് വന്നത്. 5 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉത്സവത്തിന് ആ ശ്രീകോവിലിനകത്തുള്ള ചോതിവിളക്ക് നമുക്ക് കാണാൻ സാധിക്കൂ. അപ്പോൾ ആ കൊച്ചുമകൾ മുത്തശ്ശിയോട്, അതിനുശേഷം കേളുവിന്റെ കാമുകി ചോദിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. അതിന് മുത്തശ്ശി, കേളു മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഇവിടെ നിന്നും പൊള്ളാച്ചിയിലേക്ക് പോയി എന്ന് പറഞ്ഞു. ശരി ശരി, ഒത്തിരി സമയമായി, ഇനി കിടന്നുറങ്ങിക്കോളൂ, ബാക്കി കഥ നാളെ പറയാം എന്ന് മുത്തശ്ശി ആ കൊച്ചുമകളോട് പറഞ്ഞു. അതിന് കൊച്ചുമകൾ, പ്ലീസ് മുത്തശ്ശി, എനിക്ക് ഉറക്കം വരുന്നില്ല, ആ മണിയന്റെ കഥ കൂടി പറയാമോ എന്ന് ചോദിക്കുന്നു. അതിന് മുത്തശ്ശി, മണിയന്റെ കഥ രാത്രിയിൽ പറയാൻ കൊള്ളില്ല മോളെ. മാത്രവുമല്ല മണിയൻ കൊള്ളില്ലാത്തവനാണ്. അല്ലെങ്കിൽ ഒരു നാടിന്റെ മൊത്തം ഐശ്വര്യമായ ആ ചോതിവിളക്ക് മോഷ്ടിക്കാൻ ശ്രമിക്കുമോ? ആ സമയം സീൻ കട്ടായി ആ മുത്തശ്ശി ഇപ്പോൾ പറഞ്ഞ ആ മണിയനെ കാണിക്കുന്നു. അവരുടെ ഗ്രാമത്തിലെ പേര് കേട്ട ഒരു കള്ളനാണ് മണിയൻ. മണിയൻ ഒരു കള്ളനാണെന്ന് ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാമെങ്കിലും ഇതുവരെ മണിയനെ പിടിക്കാൻ ആ നാട്ടിലുള്ള ആർക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ മണിയനെ പിടിക്കാനായി ആ ഗ്രാമം മുഴുവനും ഒത്തുചേർന്ന് കാത്തിരിക്കുന്നു. എന്നാൽ ഒരു 5 സെക്കൻഡ് എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം സ്പീഡിൽ അവിടെ എന്തൊക്കെയോ സംഭവിച്ചു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരുടെ കയ്യിലും കഴുത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ചെയിനും മോതിരവും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അതും പോരാഞ്ഞിട്ട് ഒരുത്തിന്റെ സ്വർണ്ണ പല്ല് വരെ അടിച്ചുകൊണ്ട് പോയിരുന്നു. അതാണ് മണിയൻ. ഇതാണ് ടൊവിയുടെ രണ്ടാമത്തെ ക്യാരക്ടർ. ഈ മണിയന് ഒരു ഭാര്യയും ഒരു പെൺകുട്ടിയുമുണ്ട്.
മണിയന് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിയാൽ അത് ഉറപ്പായും അടിച്ചു മാറ്റിയിരിക്കും. ഇത്രയും നേരം കഥ കേട്ടുകൊണ്ടിരുന്ന ആ കൊച്ചുമകളുടെ പേര് ലക്ഷ്മി എന്നാണ്. ആ കുട്ടിയാണ് ഈ സിനിമയിലെ നായിക. അങ്ങനെ സീൻ കട്ടായി കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ സിനിമയിലെ നായകനായ അജയനെ കാണിക്കുന്നു. ഇതിനു മുമ്പ് കാണിച്ച കള്ളൻ മണിയന്റെ കൊച്ചുമകനാണ് അജയൻ. ഇതുവരെ അറിഞ്ഞുകൊണ്ട് ഒന്നും മോഷ്ടിച്ചിട്ടില്ല എങ്കിൽ പോലും കറതീർന്ന കള്ളനായ മണിയന്റെ കൊച്ചുമകനായതിനാൽ അജയനെയും കുടുംബത്തെയും ആ നാട്ടുകാർ ആ കണ്ണിലൂടെയാണ് കണ്ടിരുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും ആ ഗ്രാമത്തിൽ അജയനെ ഇഷ്ടമുള്ള 2 പേരുണ്ടായിരുന്നു. അതിലൊരാൾ ആ ഗ്രാമത്തിലെ അത്യാവശ്യം നല്ല പണക്കാരനായ ചാത്തൂട്ടി നമ്പ്യാരുടെ മകൾ ലക്ഷ്മിയാണ്. അതായത് നമ്മൾ സിനിമയുടെ തുടക്കത്തിലെ മുത്തശ്ശിയുടെ അടുത്ത് നിന്നും കഥ കേട്ടുകൊണ്ടിരുന്ന ഒരു കൊച്ചുമകളില്ലേ ലക്ഷ്മി, അവൾ തന്നെയാണ് ഈ ലക്ഷ്മിയും. ഈ ലക്ഷ്മിയാണ് നമ്മുടെ ഈ സിനിമയിലെ നായിക. അജയനും ലക്ഷ്മിയും തമ്മിൽ ഇഷ്ടത്തിലുമായിരുന്നു. എന്നാൽ അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം വേറെ ആർക്കും അറിയില്ല. കള്ളൻമണിയന്റെ കൊച്ചുമകനാണ് അജയനെങ്കിലും ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരേ ഒരു ഇലക്ട്രീഷ്യനാണ് നമ്മുടെ ഈ അജയൻ. പിന്നെ അജയനുമായി മിണ്ടുന്ന രണ്ടാമത്തെ ആൾ അജയന്റെ ഉറ്റ സുഹൃത്ത് സുരേഷ് ആണ്. കാണാൻ ഒരു തരികട ലുക്കുണ്ടെങ്കിലും സുരേഷ് ആളൊരു പാവമായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ലക്ഷ്മിയുടെ വീട്ടിലെ മോട്ടോർ കേടായതിനാൽ അത് നന്നാക്കുന്നതിനായി അജയനെ വിളിക്കുന്നു. എന്നാൽ അതിലെ ട്വിസ്റ്റ് എന്തെന്നാൽ ആ മോട്ടോർ കേടാക്കിയതും ലക്ഷ്മി തന്നെയാണ്. അതായത് അജയനെ കാണുന്നതിന് വേണ്ടി. അങ്ങനെ മോട്ടോർ ശരിയാക്കാൻ വന്ന അജയന്റെ അടുത്ത് തന്റെ റൂമിലെ ലൈറ്റ് കത്തുന്നില്ല എന്നും പറഞ്ഞ് ലക്ഷ്മി തന്റെ റൂമിലേക്ക് വിളിക്കുന്നു. അങ്ങനെ മോട്ടോർ ശരിയാക്കിയതിനു ശേഷം അടുത്തത് ലക്ഷ്മിയുടെ റൂമിൽ പോയി ലൈറ്റും ശരിയാക്കുന്നു. അങ്ങനെ അജയന്റെയും ലക്ഷ്മിയുടെയും കുറച്ച് റൊമാൻസ് എല്ലാം കാണിച്ചതിന് ശേഷം സീൻ കട്ടായി അടുത്ത ദിവസം അജയന്റെ വീട് കാണിക്കുന്നു. അജയൻ ആ ഗ്രാമത്തിലുള്ള ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അജയൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അജയന്റെ വീട്ടിലേക്ക് കുറെ പോലീസുകാർ വരുന്നു. പോലീസുകാർ അജയന്റെ അടുത്ത് വന്ന്, ഇന്നലെ നീ ചാത്തൂട്ടി നമ്പ്യാരുടെ വീട്ടിൽ മോട്ടോർ ശരിയാക്കാൻ പോയിരുന്നില്ലേ? നീ ഇന്നലെ ശരിയാക്കാൻ പോയ ആ മോട്ടോർ കാണുന്നില്ല എന്നും പറഞ്ഞ് ചാത്തൂട്ടി നമ്പ്യാർ ഒരു കേസ് തന്നിട്ടുണ്ട്. ആ കേസിൽ അവർക്ക് നിന്നെയാണ് സംശയം. അതിന് അജയൻ, ആ മോട്ടോർ ശരിയാക്കിയത് ഞാൻ തന്നെയാണ്. എന്നാൽ അത് മോഷ്ടിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ നല്ലതുപോലെ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നു. അതിന് പോലീസുകാർ, നമ്പ്യാർക്ക് സംശയം നിന്നെയാണ്. അതിനാൽ നാളെ നീ സ്റ്റേഷൻ വരെ വരേണ്ടി വരും എന്നും പറഞ്ഞ് പോലീസുകാർ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അടുത്ത സീനിൽ നായിക ലക്ഷ്മിയുടെ വീട്ടിലേക്ക് എടക്കൽ രാജാവിന്റെ തലമുറയിലുള്ള സുദേവ് വർമ്മ എന്നൊരാൾ ആ ഗ്രാമത്തിലുള്ള അമ്പലത്തിനെയും ചോദ്യവിളക്കിനെയും കുറിച്ചുള്ള ഒരു TV പ്രോഗ്രാം ചെയ്യുന്നതിനായി വരുന്നു. അവരെന്തിനാണ് ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വന്നതെന്നല്ലേ? അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ലക്ഷ്മിയുടെ അച്ഛൻ ചാത്തൂട്ടി നമ്പ്യാരാണ്. അങ്ങനെ സുദേവ് വർമ്മയെ കാണിച്ചതിന് ശേഷം സീൻ കട്ടായി അജയന്റെ കൂട്ടുകാരനായ സുരേഷിനെ കാണിക്കുന്നു. സുരേഷ് ആ ഗ്രാമത്തിൽ നിന്നും നാട് വിട്ടുപോയിട്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് തിരികെ വരുന്നത്. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും കള്ളൻ മണിയന്റെ കൊച്ചുമകനായ അജയനെ ആ കണ്ണുകൊണ്ടാണ് കാണുന്നതെങ്കിലും അതൊന്നും മനസ്സിൽ വെക്കാത്ത നല്ല കറ തീർന്ന അജയന്റെ ഫ്രണ്ടാണ് സുരേഷ്. അങ്ങനെ അടുത്ത സീനിൽ അമ്പലങ്ങളെ കുറിച്ച് TV പ്രോഗ്രാം ചെയ്യാൻ വന്ന സുദേവ് വർമ്മ തന്റെ കൂട്ടുകാരനെയും കൂട്ടിയും ആ ഗ്രാമത്തിലുള്ള അമ്പലങ്ങളുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നതായി കാണിക്കുന്നു. എന്നാൽ നമ്മുടെ ഈ സുദേവ് വർമ്മ ശരിക്കും TV പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി ആയിരുന്നില്ല ആ ഗ്രാമത്തിലെത്തിയത്. സുദേവ് വർമ്മ ആ ഗ്രാമത്തിലെത്തിയതിന്റെ ഉദ്ദേശം വിലമതിക്കാനാകാത്ത ആ ചിയോതി വിളക്ക് കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ സുദേവ് വർമ്മ ആ വിളക്ക് എങ്ങനെ കൈക്കലാക്കുമെന്ന് പ്ലാൻ ചെയ്യുമ്പോഴാണ് ഈ സിനിമയിലെ നായകനായ അജയനെ കള്ളൻ മണിയന്റെ കൊച്ചുമോനായതിനാൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അതേ കണ്ണുകൊണ്ട് തന്നെയാണ് അജയനെയും കാണുന്നതെന്ന് സുദേവ് മനസ്സിലാക്കുന്നു. അതിനാൽ ആ ചിയോതി വിളക്ക് എങ്ങനെയെങ്കിലും തന്റെ കയ്യിലാക്കി അതിന്റെ പഴി അജയന്റെ മേലെ ഏൽപ്പിച്ചാൽ തന്നെ ആരും സംശയിക്കുകയുമില്ല, തന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുകയും ചെയ്യുമെന്ന് സുദേവ് തീരുമാനിക്കുന്നു. അതിനാൽ അജയനെയും തന്റെ ഈ മോഷണത്തിൽ പങ്കാളിയാക്കിയാൽ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പവും തനിക്ക് അനുകൂലമാകുമെന്നും സുദേവ് മനസ്സിലാക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ അജയൻ തന്റെ കാമുകി ലക്ഷ്മിയെ കാണുന്നതിനായി രാത്രിയിൽ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ലക്ഷ്മിയുടെ അടുത്ത് വന്ന അജയൻ ലക്ഷ്മിയുമായി സംസാരിച്ചതിന് ശേഷം തിരികെ തന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരാൾ ശരിക്കുള്ള കള്ളനെ കണ്ട് കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു കൂവുന്നു. ആ വിളിച്ചു കൂവിയാൽ ശരിക്കുള്ള കള്ളനെയായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ലക്ഷ്മിയെ കണ്ടിട്ട് ആ വഴി പോയിക്കൊണ്ടിരുന്ന അജയൻ തന്നെ കണ്ടിട്ടാണ് കള്ളൻ കള്ളൻ വിളിക്കുന്നതെന്ന് കരുതി അവിടെ നിന്നും രക്ഷപ്പെട്ടോടുന്നു. അങ്ങനെ രക്ഷപ്പെട്ടോടിയ അജയൻ ചെന്നുപെട്ടതോ പോലീസുകാരുടെ മുമ്പിലും. ഒന്നാമതേ അജയന്റെ മേൽ മോട്ടോർ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന കംപ്ലൈന്റ് ഉള്ളതിനാൽ അതും പോരാഞ്ഞ് ആ സമയത്ത് അജയനെ അവിടെ വെച്ച് കണ്ടതിനാൽ പോലീസുകാർ അജയൻ തന്നെയായിരിക്കാം കള്ളൻ എന്നും വിചാരിച്ച് അജയനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അടിയെല്ലാം കൊടുത്ത് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആ സ്റ്റേഷനിലെ SI വരുന്നു. SI വന്ന് പോലീസുകാരോട് അവനെ ചോദ്യം ചെയ്തായിരുന്നു എന്ന് ചോദിക്കുന്നു. അതിന് പോലീസുകാർ, സാർ അവൻ തന്നെയാണ് അത് മോഷ്ടിച്ചതെന്ന് എല്ലാവർക്കും സംശയം മാത്രമേ ഉള്ളൂ, എന്നാൽ ഇതുവരെ ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അതിന് SI, ഇതുവരെ തെളിവുകളൊന്നും കിട്ടിയില്ല എങ്കിൽ അവനെ പറഞ്ഞു വിട്ടേക്കൂ, തെളിവില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ആ SIയെ കണ്ടിട്ട് ആൾ ഒരു പാവമാണെന്ന് തോന്നുന്നു. എന്തെന്നാൽ SI അജയനോട്, ഈ കേസിലെ പ്രൈം സസ്പെക്ട് നീയാണ്, നീ എന്തോ പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവല്ലേ, ഈ സമയത്ത് ഇങ്ങനെ ഒരു കേസ് വന്നാൽ നിന്റെ ഭാവി തന്നെ ഇല്ലാതാകും, അതിനാൽ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകുന്നതായിരിക്കും
പോകുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നും പറഞ്ഞ് അജയനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അങ്ങനെ വീട്ടിലെത്തിയ അജയൻ രാത്രിയിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ട അജയന്റെ അമ്മ അജയനോട് നമുക്ക് ഈ നാടും നാട്ടുകാരും ആരും വേണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി സന്തോഷമായി ജീവിക്കാം എന്ന് പറയുന്നു. അതിന് അജയൻ ഞാനിപ്പോൾ ഇവിടെ നിന്നും പോയാൽ അത് ചെയ്തത് ഞാൻ തന്നെയാണെന്ന് നാട്ടുകാരെല്ലാം വിശ്വസിക്കും, ഇത് എന്റെയും കൂടി നാടാണ്, ഞാൻ ഈ നാട് വിട്ട് വേറെ എവിടെയും പോകില്ല എന്ന് പറയുന്നു. ആ സമയം അജയന്റെ കൂട്ടുകാരൻ സുരേഷ് കിതച്ചുകൊണ്ട് അജയന്റെ അടുത്തേക്ക് ഓടി വരുന്നു. എന്നിട്ട് അജയനോട് പറഞ്ഞു, നമ്മുടെ ആ വിളക്കിരിക്കുന്ന അമ്പലത്തിൽ ആരോ കള്ളന്മാർ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ആ അമ്പലത്തിനടുത്തുകൂടി വരുമ്പോൾ അകത്തു നിന്നും ശബ്ദവും വെളിച്ചവും എല്ലാം കണ്ടിരുന്നു, നമുക്ക് വേഗം പോയി നോക്കാം എന്നും പറഞ്ഞ് അജയനെയും കൂട്ടി സുരേഷ് അമ്പലത്തിന്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ അമ്പലത്തിനടുത്തെത്തിയ അജയൻ അമ്പലത്തിന്റെ മേൽക്കൂരയിലെ ഓട് മാറിയിരിക്കുന്നത് കണ്ട് അകത്താരെങ്കിലും ഉണ്ടോ എന്നറിയുന്നതിനായി അമ്പലത്തിന് മുകളിൽ കയറി അകത്തേക്ക് നോക്കിയാൽ അമ്പലത്തിനകത്തുണ്ടായിരുന്ന ചിയോതി വിളക്ക് അവിടെ കാണാനില്ല. അതുകൊണ്ട് അജയൻ വേഗം സുരേഷിന്റെ അടുത്തേക്ക് ഓടി വന്ന് എടാ അകത്തുണ്ടായിരുന്ന ചിയോതി വിളക്ക് കാണാനില്ല എന്ന് പറയുന്നു. അതിന് സുരേഷ് അപ്പോൾ ഇത് നിന്നെ കെണിയിലാക്കാൻ അവര് ചെയ്തതാണോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട അജയൻ അവരോ, നീ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് സുരേഷിനോട് ചോദിക്കുന്നു. അപ്പോഴാണ് സുരേഷ് ഒരു വലിയ സത്യം പറയുന്നത്. അതെന്തെന്നാൽ അവരുടെ ഗ്രാമത്തിൽ കുറെ നാളായി ധാരാളം മോഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആ മോഷണമെല്ലാം നടത്തിയിരുന്നത് അജയന്റെ ഫ്രണ്ട് സുരേഷ് തന്നെയായിരുന്നു. എന്നാൽ ആ മോഷണത്തിനെല്ലാം പേര് വന്നിരുന്നത് അജയന്റെയും. അതായത് കഴിഞ്ഞ ദിവസം അജയൻ കാമുകി ലക്ഷ്മിയെ കണ്ടിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ നാട്ടുകാർ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ഓടിച്ചില്ലേ, അത് ശരിക്കും ഈ സുരേഷിനെ കണ്ടിട്ടായിരുന്നു. എന്നാൽ അങ്ങനെ നാട്ടുകാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടോടിയ സുരേഷ് ചെന്നുപെട്ടത് സുദേവ് വർമ്മയുടെ കയ്യിലായിരുന്നു. അങ്ങനെ സുദേവ് വർമ്മ സുരേഷിന്റെ അടുത്ത് ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ല എങ്കിൽ നിന്റെ ഈ കാര്യങ്ങൾ ഞാൻ നാട്ടുകാരോടെല്ലാം പറയും എന്നും പറഞ്ഞ് സുരേഷിനെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ സുദേവ് വർമ്മ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് സുരേഷ് ഇപ്പോൾ അജയനെയും കൂട്ടി ആ അമ്പലത്തിനടുത്ത് വന്നത്. അങ്ങനെ അജയൻ അമ്പലത്തിന്റെ മേൽക്കൂരയിലുള്ള ഓട് മാറിയിരിക്കുന്നത് കണ്ട് മുകളിൽ കയറിയതും അകത്തേക്ക് നോക്കിയതുമെല്ലാം സുദേവ് വർമ്മ ഒരു വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിരുന്നു. അങ്ങനെ സുദേവ് വർമ്മ അവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന അജയന്റെയും സുരേഷിന്റെ അടുത്തേക്ക് വന്നു. ഇപ്പോഴാണ് ഒരു ചെറിയ ട്വിസ്റ്റ്. അതായത് സുദേവ് വർമ്മ അജയനോട് പറഞ്ഞു, ആ അമ്പലത്തിനകത്തുണ്ടായിരുന്ന ചിയോതി വിളക്ക് ഇപ്പോൾ എന്റെ കയ്യിലാണുള്ളത്, എന്നാൽ ഞാൻ അമ്പലത്തിനകത്തു നിന്നും എടുത്ത ആ ചിയോതി വിളക്ക് ഒറിജിനൽ അല്ല, അത് വെറും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതായത് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും ഇത്രയും നാളും കണ്ടു തൊഴുതുകൊണ്ടിരുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വിളക്കാണ്. ഈ വിളക്കിന്റെ ഒറിജിനൽ എവിടെയാണെന്ന് നിന്റെ മുത്തച്ഛനായ മണിയന് മാത്രമേ അറിയൂ. അതിനാൽ ആ ശരിക്കുള്ള വിളക്ക് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു തന്നാൽ അമ്പലത്തിനകത്തു നിന്നും ഞാൻ എടുത്ത വിളക്ക് ആരും അറിയാതെ അമ്പലത്തിനകത്ത് തന്നെ കൊണ്ടുവച്ചേക്കാം. അങ്ങനെ ശരിക്കുള്ള വിളക്ക് നീ കണ്ടുപിടിച്ചു തന്നില്ല എങ്കിൽ ആ അമ്പലത്തിനകത്തുണ്ടായിരുന്ന വിളക്ക് ഞാൻ കൊണ്ടുവെക്കില്ല. ഉത്സവത്തിന് അമ്പലം തുറക്കുമ്പോൾ ആ വിളക്ക് മോഷണം പോയത് എല്ലാവരും അറിയും. ആ സമയം ഞാൻ നീ ഇപ്പോൾ അമ്പലത്തിന് മുകളിൽ കയറിയ വീഡിയോ എല്ലാവരെയും കാണിച്ചു കൊടുക്കും. നിനക്ക് 10 ദിവസം മാത്രമേ സമയമുള്ളൂ. എന്തെന്നാൽ 10 ദിവസം കഴിയുമ്പോൾ ഈ അമ്പലത്തിലെ ഉത്സവം തുടങ്ങും. നിന്റെ മുമ്പിൽ ആ ശരിക്കുള്ള വിളക്ക് കണ്ടുപിടിക്കുക എന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അതായത് അജയന്റെ മുത്തശ്ശൻ മണിയന്റെ വീട്ടിലേക്ക് പോലീസുകാരും നാട്ടുകാരും എല്ലാം വരുന്നു. എന്നാൽ ആ സമയം അവിടെ മണിയൻ ഉണ്ടായിരുന്നില്ല. മണിയന്റെ ഭാര്യയും കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ SI മണിയന്റെ ഭാര്യ മാണിക്യത്തിന്റെ അടുത്ത് വന്ന് മണിയൻ എവിടെയെന്ന് ചോദിക്കുന്നു. അതിന് മാണിക്യം മണിയൻ ഇവിടെ ഇല്ല എന്ന് പറയുന്നു. അത് കേട്ട SI പോലീസുകാരോട് വീടിനകത്ത് കയറി മണിയനെ തപ്പാൻ പറയുന്നു. പോലീസുകാരെല്ലാവരും വീടിനകത്ത് കയറി മണിയനെ തപ്പിയെങ്കിലും മണിയൻ അകത്തുണ്ടായിരുന്നില്ല. അതിനാൽ പോലീസുകാർ തിരികെ വന്ന് മണിയൻ അകത്തില്ല എന്ന് പറയുന്നു. അത് കേട്ട SIക്ക് കലിപ്പായി. SI മണിയന്റെ ഭാര്യ മാണിക്യത്തിന്റെ അടുത്ത് മണിയൻ ഇപ്പോഴിവിടെ ഇല്ല എങ്കിലും നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ വരുമല്ലോ എന്നും ചോദിച്ച് മാണിക്യത്തിന്റെ അടുത്തേക്ക് പോകുന്നു. ആ സമയം നമ്മുടെ മണിയന്റെ ഒരു രോമാഞ്ചിഫിക്കേഷൻ എൻട്രി ഉണ്ട്. നല്ല അടിപൊളി എൻട്രിയാണ് ആ സീനിൽ മണിയന്റേത്. അങ്ങനെ മണിയൻ ആ പോലീസുകാരന് ആ SIയെ എടുത്തിട്ടിരിക്കുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത ദിവസം രാവിലെ മണിയൻ എഴുന്നേറ്റ് വരുമ്പോൾ അതാ ഭാര്യ മാണിക്യം വിഷമിച്ചിരിക്കുന്നു. അത് കണ്ട മണിയൻ മാണിക്യത്തിന്റെ അടുത്ത് വന്ന് എന്തു പറ്റി, എന്തിനാണ് വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. സംഭവം എന്തെന്നാൽ മണിയന്റെ ഭാര്യ മാണിക്യം ആ വിളക്ക് കാണുന്നതിനായി അമ്പലത്തിൽ പോയെങ്കിലും മണിയൻ ഒരു കള്ളനായതിനാലും മാണിക്യം മണിയന്റെ ഭാര്യ ആയതിനാലും മാണിക്യത്തിന് ആ വിളക്ക് കാണാൻ ആ ഗ്രാമത്തിലുണ്ടായിരുന്നവർ സമ്മതിച്ചില്ല. അതിനാലാണ് മാണിക്യം ഇപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന കാര്യമെല്ലാം മാണിക്യം മണിയനോട് പറയുന്നു. എന്നിട്ട് മാണിക്യം മണിയനോട് എനിക്കെന്താ ആ വിളക്ക് കാണാൻ പാടില്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ സീൻ കട്ടായി വീണ്ടും അജയനെയും കൂട്ടുകാരൻ സുരേഷിനെയും കാണിക്കുന്നു. അജയൻ സുദേവും പറഞ്ഞതനുസരിച്ച് ആ ഒറിജിനൽ വിളക്ക് തേടി ഇറങ്ങിയിരുന്നു. അജയനും സുരേഷും ചേർന്ന് ആ ഗ്രാമം മുഴുവനും അരിച്ചു പറക്കിയെങ്കിലും ആ വിളക്ക് എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അജയൻ ലക്ഷ്മിയെ കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്മിയോട് പറയുന്നു. അതിന് ലക്ഷ്മി നമുക്കിതെല്ലാം പോയി പോലീസിനോട് പറയാമെന്ന് പറയുന്നു. അതിന് അജയൻ പോലീസ് എന്നെയും ഒരു കള്ളനായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ആ സുദേവന്റെ കയ്യിൽ ഞാൻ ആ അമ്പലത്തിന് മുകളിൽ കയറുന്ന വീഡിയോ ക്ലിപ്പുമുണ്ട്. അതിനാൽ തന്നെ എനിക്ക് ആ വിളക്ക് കണ്ടെത്തുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അതിന് ലക്ഷ്മി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. നിനക്കുറപ്പായും
അത് കണ്ടെത്താൻ കഴിയും. നമ്മുടെ ഈ ഗ്രാമത്തിൽ മണിയന് മാത്രം പോകാൻ കഴിയുന്ന ധാരാളം സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കും. അവിടെ എവിടെയെങ്കിലും ആയിരിക്കാം ആ വിളക്ക്. അങ്ങനെ അടുത്ത സീനിൽ അജയൻ ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു തുരങ്കത്തിലൂടെ പോകുന്നതായി കാണിക്കുന്നു. അജയൻ ആ തുരങ്കത്തിലൂടെ പോകുമ്പോൾ ആ തുരങ്കത്തിന്റെ ഭിത്തി മുഴുവനും ആ വിളക്കിന്റെ ചിത്രങ്ങളും മണിയൻ ആ വിളക്ക് മോഷ്ടിച്ചതിന്റെ ചിത്രങ്ങളും എല്ലാം വരച്ചു വെച്ചിരിക്കുന്നതായി കാണുന്നു. അപ്പോൾ സീൻ കട്ടായി മണിയന്റെ ആ ചിത്രത്തിനോടൊപ്പം തന്നെ മണിയന്റെ ഫ്ലാഷ് ബാക്കും കാണിക്കുന്നു. മണിയന്റെ ഭാര്യ മാണിക്യം ആഗ്രഹിച്ചതുപോലെ തന്നെ മണിയൻ ആ ചോദ്യവിളക്ക് അമ്പലത്തിൽ നിന്നും മോഷ്ടിച്ച് നേരെ വന്നത് ഈ ഗുഹയ്ക്കകത്തേക്കായിരുന്നു. ഈ തുരങ്കത്തിനകത്ത് മണിയന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. മണിയൻ ആ വിളക്ക് കൊണ്ട് ആ കൂട്ടുകാരനെ കാണിക്കുന്നു. ആ കൂട്ടുകാരൻ ഒരു കൊല്ലനായിരുന്നു. ആ വിളക്ക് കണ്ടത് കൂട്ടുകാരൻ പറഞ്ഞു, ഇത് നമ്മുടെ നാട്ടിൽ നിന്നും കൊണ്ടുപോയ നക്ഷത്രത്തിന്റെ ഭാഗം വെച്ച് ചെയ്ത ഒറിജിനൽ വിളക്കല്ല, മറിച്ച് ഇത് ചെമ്പ് കൊണ്ടുണ്ടാക്കിയ വെറും ഒരു ഡ്യൂപ്ലിക്കേറ്റ് വിളക്കാണ്. അപ്പോൾ ആ ഒറിജിനൽ വിളക്ക് ചിലപ്പോൾ രാജാവിന്റെ കോട്ടയിൽ തന്നെയായിരിക്കും ഉള്ളത്. അല്ലെങ്കിലും ഒരു സാധാരണക്കാരന് ചുമ്മാ കൊടുക്കാൻ മാത്രം വിഡ്ഢിയല്ല എടക്കൽ രാജാവ്. ശരിക്കും ആ കൊല്ലൻ പറഞ്ഞതുപോലെ തന്നെ എടക്കൽ രാജാവ് തന്റെ മരുമകൻ മനവർമ്മയെ രക്ഷിച്ചതിന് കുഞ്ഞിക്കേളുവിന് സമ്മാനമായി കൊടുത്തതാണല്ലോ ആ വിളക്ക്. എന്നാൽ എടക്കൽ രാജാവ് കുഞ്ഞിക്കേളുവിന് കൊടുത്തത് ശരിക്കുള്ള വിളക്കായിരുന്നില്ല. ഒറിജിനൽ വിളക്കിനെ പോലെ തന്നെയുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് വിളക്കാണ് എടക്കൽ രാജാവ് കുഞ്ഞിക്കേളുവിന് കൊടുത്തത്. അതായത് നൂറ്റാണ്ടുകളായി ഒരു ഗ്രാമം മുഴുവനും സത്യമെന്ന് കരുതി പൂജിച്ചുകൊണ്ടിരുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വിളക്കിനെയാണ്. ഈ കാര്യങ്ങളാണ് കുഞ്ഞിക്കേളു വസൂരി പിടിച്ചു കിടക്കുമ്പോൾ എടക്കൽ രാജാവിന്റെ മരുമകൻ മനവർമ്മ, നിങ്ങളുടെ ഗ്രാമത്തിലുള്ള വിളക്ക് ശരിക്കുള്ള വിളക്കല്ല, ആ വിളക്ക് ഇപ്പോഴും ഞങ്ങളുടെ കൊട്ടാരത്തിൽ തന്നെയുണ്ട് എന്നും പറഞ്ഞ് കുഞ്ഞിക്കേളുവിന് കത്തയച്ചത്. ആ കത്ത് വായിച്ച് വിഷമത്തിലാണ് കുഞ്ഞിക്കേളു ചങ്കുപൊട്ടി മരിച്ചതും. അങ്ങനെ ആ സത്യങ്ങളെല്ലാം കള്ളൻ മണിയനും അറിയുന്നു. അത് മനസ്സിലാക്കിയ മണിയൻ കൂട്ടുകാരൻ കൊല്ലനോട് പറഞ്ഞു, ആ വിളക്ക് രാജാവ് ഏത് നിലവറയിൽ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. അത് എന്റെ ഈ നാടിനോടുള്ള കൂറൊന്നുമല്ല, മറിച്ച് എന്റെ ഭാര്യയ്ക്ക് ആ വിളക്ക് കാണണമെന്ന് പറഞ്ഞു. അതിനാൽ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ആ വിളക്ക് എടുത്തിരിക്കും. അങ്ങനെ മണിയൻ തന്റെ കൂട്ടുകാരൻ കൊല്ലനെയും കൂട്ടി ആ വിളക്കെടുക്കുന്നതിനായി രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. എന്നാൽ ആ വിളക്കെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. വളരെയധികം സുരക്ഷയിലാണ് ആ വിളക്ക് വെച്ചിരുന്നത്. എന്നിരുന്നാലും മണിയൻ തന്റെ ജീവൻ പണയം വെച്ച് ആ വിളക്ക് കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ച ആ വിളക്ക് മണിയൻ കയ്യിലെടുത്തതും മണിയന്റെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകളെല്ലാം മാഞ്ഞുപോയി. അത്രയധികം പവർഫുൾ ആയിരുന്നു ആ വിളക്ക്. അതോടെ ആ ഫ്ലാഷ് ബാക്കും തീർന്നു. അങ്ങനെ തുരങ്കത്തിലൂടെ നടന്നുകൊണ്ടിരുന്ന അജയൻ ഇപ്പോൾ തുരങ്കത്തിന് വെളിയിലെത്തി. അവിടെ മുഴുവനും തേടി നോക്കിയെങ്കിലും അജയൻ ആ വിളക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ നടക്കാൻ പോകുന്ന ഉത്സവത്തിന് മുന്നോടിയായി അമ്പലവും പരിസരവും മുഴുവൻ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം ചേർന്ന് അലങ്കരിക്കുന്നതായി കാണിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിരുന്ന ആ സ്ഥലത്തേക്ക് അജയന്റെ കൂട്ടുകാരൻ സുരേഷ് ഒരു കാസറ്റുമായി വന്ന് അവിടെ ഉണ്ടായിരുന്ന ടേപ്പ് റെക്കോർഡറിൽ ഇടുന്നു. ആ ടേപ്പ് റെക്കോർഡറിൽ അജയൻ ലക്ഷ്മിയുമായി സ്നേഹത്തിലാണെന്നുള്ള കാര്യമായിരുന്നു റെക്കോർഡ് ചെയ്തിരുന്നത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ആ നാട്ടുകാരെല്ലാം ലക്ഷ്മിയെ കുറിച്ച് അനാവശ്യമായി ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതറിഞ്ഞതിനാലാണ് അജയൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ ആ നാട്ടിലുള്ള എല്ലാവരും അജയനും ലക്ഷ്മിയും തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള കാര്യം അറിയുന്നു. ഒപ്പം ലക്ഷ്മിയുടെ അച്ഛൻ ചാത്തൂട്ടി നമ്പ്യാരും. അതെല്ലാം കേട്ട ചാത്തൂട്ടി നമ്പ്യാർ വീട്ടിലേക്ക് വന്ന് മകൻ ലക്ഷ്മിയുടെ അടുത്ത് ഞാൻ കേട്ടതെല്ലാം സത്യമാണോ എന്ന് ലക്ഷ്മിയോട് ചോദിക്കുന്നു. എന്നിട്ട് നീ കണ്ടതെല്ലാം വെറും സ്വപ്നം മാത്രമാണ്, അത് സ്വപ്നമായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞ് ചാത്തൂട്ടി നമ്പ്യാർ ലക്ഷ്മിയെ ഒരു റൂമിൽ പൂട്ടിയിട്ടിട്ട് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ സീൻ കട്ടായി വീണ്ടും അമ്പലപ്പറമ്പ് കാണിക്കുന്നു. അവിടെ സുദേവ് നല്ല കളിപ്പിൽ അജയന്റെ കൂട്ടുകാരൻ സുരേഷിന്റെ അടുത്ത് വന്ന് സുരേഷിനെ ഇടിക്കുന്നു. എന്നിട്ട് അജയനോട് പറഞ്ഞു, ഞാൻ നിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത വീഡിയോ ക്യാമറ എന്റെ വീട്ടിൽ വന്ന് പൊട്ടിച്ചു കളഞ്ഞു. എന്നാൽ ഈ ഐഡിയ നിന്റെ അല്ല എന്ന് എനിക്കറിയാം. കാരണം വീഡിയോ ക്യാമറ പൊട്ടിയാൽ അതിനകത്തുള്ള കാര്യങ്ങളൊന്നും നശിച്ചു പോകില്ല എന്നുള്ള കാര്യം നിനക്ക് നല്ലതുപോലെ അറിയാം. എന്തായാലും ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. വേഗം ആ വിളക്ക് കണ്ടുപിടിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നും പറഞ്ഞ് അജയനെ പേടിപ്പിച്ച് സുദേവ് അവിടെ നിന്നും പോകുന്നു. എന്നാൽ ഇതെല്ലാം അജയന്റെ അമ്മ കാണുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ വേറെ വഴിയൊന്നുമില്ലാതെ അജയൻ എല്ലാ കാര്യങ്ങളും തന്റെ അമ്മയോട് പറയുന്നു. അതിന് അജയന്റെ അമ്മ, എന്റെ അച്ഛൻ മണിയൻ ആ വിളക്ക് മോഷ്ടിച്ചതിന്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സീൻ കട്ടായി വീണ്ടും മണിയനെ കാണിക്കുന്നു. മണിയൻ രാജാവിന്റെ അടുത്ത് നിന്നും മോഷ്ടിച്ച ഒറിജിനൽ വിളക്കും അമ്പലത്തിൽ നിന്ന് മോഷ്ടിച്ച ഡ്യൂപ്ലിക്കേറ്റ് വിളക്കും തന്റെ ഭാര്യ മാണിക്യത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നു. ആ വിളക്ക് കൊണ്ട് മാണിക്യത്തിന് വളരെയധികം സന്തോഷമായി. എന്തെന്നാൽ തന്റെ ജീവിതത്തിൽ ഒരിക്കലും തനിക്ക് കാണാൻ കഴിയില്ല എന്ന് വിചാരിച്ച വിളക്ക് ഇതാ തന്റെ കയ്യിലിരിക്കുന്നു. അങ്ങനെ മാണിക്യം മണിയനോട് അമ്പലത്തിൽ നിന്നും എടുത്ത ആ ഡ്യൂപ്ലിക്കേറ്റ് വിളക്ക് തിരികെ അമ്പലത്തിൽ തന്നെ കൊണ്ടുപോയി വെച്ചേക്കൂ എന്ന് പറയുന്നു. അത് കേട്ട മണിയൻ ആ ഡ്യൂപ്ലിക്കേറ്റ് വിളക്ക് തിരികെ അമ്പലത്തിൽ കൊണ്ടുവെക്കാനായി വിളക്കുമെടുത്ത് അമ്പലത്തിലേക്ക് പോകുന്നു. ആ സമയം ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും ചേർന്ന് മണിയനെ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്നു. മണിയന്റെ കയ്യിൽ വിളക്ക് കണ്ട ഗ്രാമവാസികളെല്ലാം ചേർന്ന് മണിയനെ അടിക്കുന്നു. നാട്ടുകാരെല്ലാവരും ഇളഞ്ഞതിനാൽ വേറെ വഴിയൊന്നുമില്ലാതെ മണിയൻ അവിടെ നിന്നും ഓടുന്നു. അങ്ങനെ ഓടി ഓടി അവസാനം ഒരു വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. എല്ലാ സൈഡും നാട്ടുകാർ വളഞ്ഞതിനാൽ മണിയന് എങ്ങോട്ടും പോകാൻ വഴിയുണ്ടായി.
ഉണ്ടായിരുന്നില്ല. ആ സമയം മണിയന്റെ ഭാര്യയും മകളും അങ്ങോട്ട് വരുന്നു. അത് കണ്ട നാട്ടുകാർ മണിയന്റെ കുഞ്ഞിനെ പിടിച്ചുവെച്ച് മണിയനെ പേടിപ്പിക്കുന്നു. അതിനാൽ വേറെ വഴിയില്ലാതെ മണിയൻ തന്റെ കയ്യിലിരുന്ന ആ വിളക്ക് അവിടെ വെച്ച് ആ വെള്ളച്ചാട്ടത്തിനകത്തേക്ക് ചാടുന്നു. മണിയൻ അവിടെ വെച്ചത് ആ ഡ്യൂപ്ലിക്കേറ്റ് വിളക്കായിരുന്നു. ഒറിജിനൽ വിളക്ക് എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ആ വിളക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള കാര്യം ആ ഗ്രാമവാസികൾക്കും അറിയില്ലായിരുന്നു. എന്തെന്നാൽ അവർ ഇത്രയും നാളും പൂജിച്ചുകൊണ്ടിരുന്നത് ആ ഡ്യൂപ്ലിക്കേറ്റ് വിളക്ക് തന്നെയായിരുന്നു. അപ്പോൾ സീൻ കട്ടായി വീണ്ടും അജയനെയും അമ്മയെയും കാണിക്കുന്നു. അജയൻ അമ്മയുടെ അടുത്ത്, അമ്മേ, മുത്തശ്ശൻ ആ വിളക്ക് എവിടെയാണ് വെച്ചതെന്ന് അമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട അമ്മ, വിളക്കിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല, എങ്കിലും നിന്റെ വല്യമ്മ ഈ ഒരു സാധനം എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുമായിരുന്നു എന്നും പറഞ്ഞു ഒരു ആമയുടെ ശില്പം മണിയന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. മണിയൻ ആ ശില്പം മേടിച്ചു നോക്കിയെങ്കിലും അത് കണ്ട് മണിയനൊന്നും മനസ്സിലായതുമില്ല. ആ സമയം നാട്ടുകാരെല്ലാവരും ചേർന്ന് അജയന്റെ വീട്ടിലേക്ക് വരുന്നു. സംഭവം എന്തെന്നാൽ ഉത്സവത്തിന് തലേ ദിവസം അയൽ ഗ്രാമവുമായി ഒരു ഗുസ്തി മത്സരം നടക്കാറുണ്ട്. എന്നാൽ ചിയോദിക്കാവിന്റെ ഫയൽമാന് വീണ് പരിക്ക് പറ്റിയതിനാൽ ഇത്തവണ ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല. നമ്മുടെ അജയനാണെങ്കിൽ കളരിയെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നയാളാണ്. അതിനാൽ ആ ഫയൽമാന് പകരം അജയനോട് ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നും ചോദിച്ചാണ് നാട്ടുകാർ അവിടെ വന്നിരിക്കുന്നത്. ഇത്രയും നാളും അജയനെയും അമ്മയെയുമെല്ലാം നാട്ടിൽ നിന്നും ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ അജയന് അതിനൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അജയൻ അത് പറ്റില്ല എന്ന് അവരോടെല്ലാം പറഞ്ഞു. എന്നാൽ അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അജയന്റെ അമ്മ, നിങ്ങൾ പോയിക്കോളൂ, അവൻ വന്നോളും എന്ന് പറയുന്നു. അജയൻ അമ്മയുടെ അടുത്ത്, എന്തിനാണമ്മേ അവരോടെല്ലാം അങ്ങനെ പറഞ്ഞത്? എനിക്ക് ആ വിളക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഞാൻ എങ്ങനെയാണ് ആ ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുക? അതിനമ്മ, നിന്റെ മുത്തശ്ശൻ, അതായത് എന്റെ അച്ഛൻ മണിയൻ കാരണം നമുക്കുണ്ടായ ചീത്തപ്പേര് മാറ്റിയെടുക്കാൻ പറ്റിയ ഒരവസരമാണ് ഈ ഗുസ്തി മത്സരം. ഇത്ര നാളും ഗ്രാമത്തിൽ നിന്നും ഒതുക്കി വെച്ചിരുന്ന നമ്മളെ തേടി ഗ്രാമത്തിലുള്ള എല്ലാവരും വന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മളെ ഈ ഗ്രാമത്തിലുള്ളവർ അംഗീകരിക്കാൻ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ മത്സരം. അതിനാൽ നീ ഉറപ്പായും ഈ മത്സരത്തിൽ പങ്കെടുക്കണം. അത് കേട്ട അജയൻ നാട്ടുകാരോടെല്ലാം, ഈ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കണമെങ്കിൽ എന്റെ അമ്മയെയും അമ്പലത്തിനകത്ത് കയറ്റണം എന്ന് പറയുന്നു. അങ്ങനെ നാട്ടുകാർ അമ്മയെ അമ്പലത്തിനകത്ത് കൊണ്ടുപോകാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത ദിവസം ഗുസ്തി മത്സരം നടക്കാൻ പോകുന്നതായി കാണിക്കുന്നു. അങ്ങനെ അജയനെതിരെ മത്സരിക്കാൻ പോകുന്ന ആ ആളുടെ അടുത്ത് ലക്ഷ്മിയുടെ അച്ഛൻ ചാത്തൂട്ടി നമ്പ്യാർ വന്ന്, അവൻ ഈ മത്സരം കഴിഞ്ഞ് ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. ഈ മത്സരത്തിൽ അവനെ നീ കൊല്ലുകയാണെങ്കിൽ നീ ചോദിക്കുന്ന പണം ഞാൻ തരുമെന്ന് പറയുന്നു. അങ്ങനെ മത്സരവും ആരംഭിച്ചു. മത്സരം അടിപൊളിയായിരുന്നെങ്കിലും സുദേവിന്റെ നിർദ്ദേശപ്രകാരം ആ മത്സരത്തിൽ അജയൻ തോറ്റുകൊടുക്കുന്നു. എന്നാൽ അതൊന്നും നാട്ടുകാർക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. നാട്ടുകാരെല്ലാം അജയനെ കുറ്റം പറയാൻ തുടങ്ങി. അത് കേട്ട അജയൻ, എന്റെ അമ്മ അമ്പലത്തിനകത്ത് വന്നപ്പോഴേ ഞാൻ ഈ മത്സരത്തിൽ ജയിച്ചതാണ്, എനിക്ക് ഇതിലും വലിയ കാര്യം ചെയ്തു തീർക്കാനുണ്ട് എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അജയൻ തന്റെ കൂട്ടുകാരൻ സുരേഷിനെയും കൂട്ടി ആ വിളക്കന്വേഷിച്ച് വീണ്ടും ആ ഗ്രാമം മുഴുവൻ തേടാൻ തുടങ്ങി. എന്നാൽ എത്രയൊക്കെ തിരഞ്ഞെങ്കിലും അവർക്ക് ആ വിളക്ക് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ വിളക്ക് കണ്ടെത്താൻ കഴിയാതെ വിഷമത്തിലിരുന്ന് അജയനോട് കൂട്ടുകാരൻ സുരേഷ് പറഞ്ഞു, നാളെ അമ്പലം തുറക്കുമ്പോൾ ആ വിളക്ക് അവിടെ ഇല്ല എന്നുള്ള കാര്യം നാട്ടുകാരെല്ലാം അറിയും. മാത്രവുമല്ല സുദേവ് തന്റെ കയ്യിലുള്ള വീഡിയോ നാട്ടുകാരെ എല്ലാം കാണിക്കുകയും ചെയ്യും. അതോടെ നീ തന്നെയാണ് കള്ളനെന്ന് നാട്ടുകാരെല്ലാം ഉറപ്പിക്കും. അതിനാൽ നീ വേഗം നിന്റെ അമ്മയെയും ലക്ഷ്മിയെയും കൂട്ടി ഇന്ന് തന്നെ ഈ നാട്ടിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അത് കേട്ട് ദേഷ്യവും സങ്കടവുമെല്ലാം സഹിക്കാൻ വയ്യാതെ അജയൻ തന്റെ കയ്യിലിരുന്ന ആ ആമയുടെ ശില്പം അവിടെയുള്ള ആ പുഴയിലേക്ക് എറിഞ്ഞിട്ട് നേരെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അജയൻ ലക്ഷ്മിയുടെ വീട്ടിൽ വന്ന് ലക്ഷ്മിയെ നോക്കിയെങ്കിലും ലക്ഷ്മിയെ അവിടെ കാണാൻ കഴിഞ്ഞില്ല. ആ സമയം ലക്ഷ്മിയുടെ അച്ഛൻ ചാത്തൂട്ടി നമ്പ്യാർ അജയനെ പിടിച്ച് ഒരു മുറിയിൽ കൂട്ടിയിടുന്നു. എന്നിട്ട് ഞാൻ പോയി പോലീസുകാരെ നാട്ടുകാരെ എല്ലാം കൂട്ടിക്കൊണ്ടുവരാമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ആ സമയം ചാത്തൂട്ടി നമ്പ്യാറിന്റെ വേലക്കാരൻ അജയന്റെ അടുത്ത് വന്ന് അജയനെ പൂട്ടിയിരുന്ന റൂം തുറന്ന് അജയനെ പുറത്തു വിട്ടിട്ട് വേഗം രക്ഷപ്പെട്ടോളം പറയുന്നു. അങ്ങനെ അജയൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടാൻ തുടങ്ങുമ്പോൾ അതാ ലക്ഷ്മിയുടെ അച്ഛൻ ചാത്തൂട്ടി നമ്പ്യാർ അജയനുമായി ഗുസ്തി മത്സരത്തിൽ പങ്കെടുത്ത ആളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്നു. അജയനെ കണ്ട ചാത്തൂട്ടി നമ്പ്യാർ ആ ഗുസ്തിക്കാരന്റെ അടുത്ത്, നിനക്ക് അങ്കത്തട്ടിൽ വെച്ച് സാധിക്കാൻ കഴിയാത്തത് ഇപ്പോൾ സാധിച്ചോളൂ, അതാ അജയൻ നിൽക്കുന്നു, വേഗം അവനെ കൊല്ലാൻ പറയുന്നു. അത് കേട്ട അജയൻ ഒരേ അടിയിൽ ആ ഗുസ്തിക്കാരനെ അടിച്ച് താഴെയിടുന്നു. അജയന്റെ ഒറ്റയടിക്ക് തന്നെ ആ ഗുസ്തിക്കാരൻ നിലം പതിച്ചു. എന്നാൽ അപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും ഓടി അവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് അജയന് വേറെ വഴിയൊന്നുമില്ലാതെ അവിടെ നിന്നും ഓടുന്നു. അങ്ങനെ ഓടി ഓടി അജയൻ മണിയൻ ഓടിയ അതേ വഴിയിലൂടെ തന്നെ ഓടാൻ തുടങ്ങി. അതായത് മണിയൻ അവസാനം ആ വിളക്ക് കൊണ്ട് ഓടിയ അതേ വഴിയിലൂടെ. അങ്ങനെ ഓടി ഓടി അജയൻ അവസാനം തന്റെ മുത്തശ്ശൻ വീണ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി. മണിയനെ പോലെ തന്നെ അജയനെയും നാട്ടുകാർ വളഞ്ഞതിനാൽ അജയന് വേറെ എങ്ങോട്ടും ഓടാനുള്ള വഴി ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേറെ വഴിയൊന്നുമില്ലാതെ മണിയൻ ചാടിയതുപോലെ തന്നെ അജയനും ആ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടുന്നു. അത് കണ്ട അജയന്റെ അമ്മ തന്റെ അച്ഛൻ മരിച്ചതുപോലെ തന്നെ മകനും മരിച്ചല്ലോ എന്നോർത്ത് പൊട്ടിക്കരയാൻ തുടങ്ങി. അജയൻ മരിച്ചെന്ന് കരുതി നാട്ടുകാരെല്ലാവരും അവിടെ നിന്നും തിരികെ പോകുന്നു. നാട്ടുകാർ കരുതിയതുപോലെ അജയൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല.
അജയന്റെ വയറ്റിൽ ഒരു കത്തി കുത്തിയിരിപ്പുണ്ടായിരുന്നു. അജയൻ ആ കത്തി വലിച്ചൂരി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ അജയൻ വലിച്ചെറിഞ്ഞ ആ കത്തി തിരികെ വീണ്ടും അജയന്റെ അടുത്തേക്ക് തന്നെ വന്നു വീഴുന്നു. അത് കണ്ട അജയൻ ആ കത്തി എടുക്കാൻ നോക്കുമ്പോൾ അതാ ആ കത്തി വന്നു വീണ സ്ഥലത്ത് അജയന്റെ അമ്മ കൊടുത്ത ആ ആമയുടെ ശില്പം കിടക്കുന്നു. ആ ആമയുടെ ശില്പം അജയൻ ആ പുഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞതായിരുന്നു. അത് കണ്ട അജയന് ആ വിളക്കുമായി ബന്ധപ്പെട്ടോ എന്തോ എന്ന് ഇവിടെ ഉണ്ടാകാമെന്ന് മനസ്സിലാക്കുന്നു. അതുമാത്രവുമല്ല, അജയൻ ചെറുപ്പമായിരിക്കുമ്പോൾ തന്റെ മുത്തശ്ശിയുടെ കൂടെ ഇവിടെ വന്നിട്ടുള്ളതായി ഓർക്കുന്നു. ആ സമയം തന്റെ മുത്തശ്ശി ഈ പുഴയിലേക്ക് നോക്കി കൈകൂപ്പി പ്രാർത്ഥിക്കുന്നതും അജയൻ കണ്ടിട്ടുണ്ട്. അത് കണ്ട അജയനും ഇതെന്താ മുത്തശ്ശി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാതെ ഈ പുഴയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് മുത്തശ്ശി ഭഗവാൻ തൂണിലും തുരുമ്പിലും മാത്രമല്ല ഈ പുഴയിലും ഉണ്ടാകും എന്ന് പറയുന്നു. അതെല്ലാം ഓർത്തെടുത്ത അജയൻ ആ വിളക്ക് ഈ പുഴയിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ പുഴയിലേക്ക് ചാടി ആ വിളക്ക് എവിടെയെന്ന് തേടുന്നു. അങ്ങനെ ആ പുഴയ്ക്കകത്ത് തേടി അവസാനം ഒരു പ്രത്യേകതരം പാറ അജയൻ കണ്ടെത്തുന്നു. ആ പാറ കണ്ട അജയൻ അത് പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ആ പാറ പൊട്ടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ആ പാറയുടെ നടുക്ക് ആമയുടെ രൂപത്തിലുള്ള ഒരു ഭാഗം അജയൻ കണ്ടെത്തുന്നു. അത് കണ്ട അജയന് അവന്റെ അമ്മ കൊടുത്ത ആ ആമയുടെ ശില്പത്തെ കുറിച്ച് ഓർമ്മ വരുന്നു. ഉടൻ തന്നെ അജയൻ വേഗം വെള്ളത്തിന് മുകളിൽ വന്ന് ആ ആമയുടെ ശില്പം എടുത്ത് തിരികെ ആ പാറയുടെ അടുത്ത് വന്ന് ആ ആമയുടെ രൂപത്തിൽ വെക്കുന്നു. ആ സമയം ആ പാറ പിളർന്ന് ആ വിളക്ക് അവിടെ പൊങ്ങി വരുന്നു. അതായത് ആ നക്ഷത്രത്തിന്റെ ഭാഗം വെച്ചുണ്ടാക്കിയ ശരിക്കുമുള്ള വിളക്ക്. അതുകൊണ്ട് അജയന് വളരെയധികം സന്തോഷമായി. അങ്ങനെ അജയൻ ആ വിളക്കുമെടുത്ത് ആ പുഴയിൽ നിന്നും കയറി വരുന്നു. ആ സമയം അജയനെയും കാത്ത് ആ പുഴക്കരയിൽ സുദേവൻ നിൽപ്പുണ്ടായിരുന്നു. ആ വിളക്കുമായി വരുന്ന അജയനെ കണ്ട സുദേവൻ പറഞ്ഞു, ഈ വിളക്ക് നീ എങ്ങനെയെങ്കിലും കണ്ടെത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിനാൽ നിന്നെയും കാത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ വിളക്ക് വിലമതിപ്പില്ലാത്ത ഒന്നാണ്. നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ആ വിളക്ക് എന്റെ കയ്യിലേക്ക് തന്നേക്കൂ. അജയൻ ആ വിളക്ക് സുദേവന് കൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല. അതിനാൽ തന്നെ സുദേവനും അജയനും തമ്മിൽ അടി തുടങ്ങി. രണ്ടുപേരും തമ്മിൽ വലിയ ഫൈറ്റാണ് അവിടെ നടന്നത്. ആ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ സുദേവനെ അടിച്ചു വീഴ്ത്തിയ അജയൻ ആ വിളക്ക് കയ്യിലെടുത്ത് ഈ വിളക്ക് തിരികെ എന്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ എനിക്ക് എന്റെ ഗ്രാമത്തിൽ തല ഉയർത്തി നടക്കാൻ സാധിക്കും. അതിനാൽ ഈ വിളക്ക് എനിക്ക് വേണം എന്നും പറഞ്ഞ് ആ വിളക്കുമെടുത്ത് തന്റെ ഗ്രാമത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഉത്സവം നടന്നുകൊണ്ടിരുന്ന അമ്പലത്തിനടുത്തേക്ക് ആ ഗ്രാമത്തിലെ എസ്ഐയും പോലീസുകാരുമെല്ലാം ആ വിളക്കുമായി വരുന്നു. എന്നിട്ട് ആ ഗ്രാമത്തിലുള്ളവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഗ്രാമത്തിന്റെ യഥാർത്ഥ വിളക്ക് ഇതാണ്. ഈ വിളക്ക് തിരികെ ഈ ഗ്രാമത്തിലേക്ക് വരാൻ കാരണം നിങ്ങൾ എല്ലാവരും കൂടി ഇന്നലെ കൊല്ലാൻ നോക്കിയ അജയൻ എന്ന ചെറുപ്പക്കാരനാണ്. അത് കേട്ടതും അജയന്റെ അമ്മ ഓടി വന്ന് ആ വിളക്ക് വാങ്ങി അമ്പലത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നു. അത് കണ്ട് നാട്ടുകാരെല്ലാവരും ഷോക്കായി നിൽക്കുന്നു. എന്തെന്നാൽ ഇത്രയും നാളും അമ്പലത്തിൽ നിന്നും വിലക്ക് വെച്ചിരുന്ന ഒരാൾ അതാ ആ വിളക്കും കയ്യിലെടുത്ത് അമ്പലത്തിനകത്തേക്ക് വരുന്നു. ആ സമയം അജയന്റെ കൂട്ടുകാരൻ സുരേഷ് ഒരു ലെറ്റർ ലക്ഷ്മിയുടെ അച്ഛൻ ചാത്തൂട്ടി നമ്പ്യാരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. ചാത്തൂട്ടി നമ്പ്യാർ ആ ലെറ്റർ വാങ്ങി വായിച്ചു നോക്കുന്നു. ആ ലെറ്റർ ശരിക്കും അജയൻ എഴുതിയതായിരുന്നു. ആ ലെറ്ററിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്, മണിയൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും മണിയന്റെ ഭാഗത്ത് ഒരു ശരിയുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ യഥാർത്ഥ വിളക്ക്. എന്നാൽ ഇത്ര നാളും നിങ്ങൾ നാട്ടുകാർ എന്റെ മുത്തശ്ശൻ മണിയന്റെ മോഷണം മാത്രമേ കണ്ടിട്ടുള്ളൂ. മണിയന്റെ കൊച്ചുമകൻ അജയനായ ഞാൻ ഇന്നൊരു മോഷണം നടത്താൻ പോവുകയാണ് എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. അത് വായിച്ച ചാത്തൂട്ടി നമ്പ്യാർ അജയന്റെ കൂട്ടുകാരൻ സുരേഷിന്റെ കഴുത്തിൽ പിടിച്ച് എവിടെയാണ് അജയൻ എന്ന് ചോദിക്കുന്നു. എന്നാൽ ആ സമയം അജയൻ ലക്ഷ്മിയുടെ അടുത്ത് എത്തിയിരുന്നു. അജയനെ കണ്ട ലക്ഷ്മിക്ക് വളരെയധികം സന്തോഷമായി. അതോടെ ഈ സിനിമയും അവസാനിക്കുന്നു. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.